പാട്ടിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശും നയനയും കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. നന്ദു വിളിച്ചിട്ട് എന്നിട്ട് നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അയാൾ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്ദു പറയും അവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആദർശ് ചോദിക്കും അയാൾ സെല്ലിലിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നന്ദു പറയും അല്ല ആദർശേട്ടാ, സെല്ലിലല്ല, അയാൾ അവിടെ പുറത്തിരുത്തിയിരിക്കുക എന്നൊക്കെ പറയുമ്പം ആദർശ് പറയും എന്തിനാ നമ്മളെ പുറത്തിരുത്തിയിരിക്കുന്നത്, സെല്ലിലിട്ടിട്ട് നാല് അയാൾക്ക് കൊടുത്തുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ നന്ദു പറയുന്നുണ്ട് അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കയറി ഞാനും എൻ്റെ ഫ്രണ്ട്സും അയാൾക്ക് കൊടുക്കുന്നതല്ലായിരുന്നു, കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശും നാനയും കൂടെ നമ്മൾ വേണുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയിട്ട് വേണു ഇവരെ കാണുമ്പോഴത്തേക്ക് വേണു എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എണീറ്റിട്ട് നമ്മളത് നയനടുത്ത് ചോദിക്കും അനിയത്തി എസ് ഐ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട് ഇത് കള്ളന്മാരെയും കൊലയാളികളെയൊക്കെ അല്ലേ പോലീസ് പിടിച്ചിവിടെ കൊണ്ട് ഇരുത്തുന്നത്, അപ്പോൾ താൻ തെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണല്ലോ തന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ആദർശ് പറയും എന്തായാലും എൻ്റെ അമ്മ കൊടുത്ത സ്വർണം കൊണ്ട് തന്നെ തൻ്റെ കടങ്ങൾ തീർക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വേട് പറയുന്നുണ്ട് അങ്ങനൊന്നും അല്ല മോനെ, അതിനകത്ത് വേറെ കഥകളൊക്കെ ഒരുപാടുണ്ട്, അതൊന്നും സത്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ വേണു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇനി എന്താ തനിക്ക് പറയാനുള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നയന പറയും അതിന് വല്ല കള്ളക്കഥകളായിരിക്കും പറയാനുള്ളത്, അല്ലാതെ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദർശ് പറയുന്നുണ്ട് പിന്നെ തനിക്കും തൻ്റെ മോൾക്കും ഒന്നും അനന്തപുരിയിലേക്ക് കയറാനുള്ള ഒരു യോഗ്യതകളും കാര്യങ്ങളും ഇല്ലായിരുന്നു, എന്നിട്ടും തൻ്റെ മോളെ അവിടെ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ആദർശ് പറയുന്നുണ്ട് തനിക്കും തൻ്റെ മോൾക്കും ഇത് മാത്രമല്ലായിരിക്കും, വേറെ പല ആലോചനകളും ചിന്തകളും ഒക്കെ ആയിട്ടായിരിക്കും അനന്തപുരിയിലേക്ക് വന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാമല്ലോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ കൊണ്ടായിരിക്കും അനന്തപുരിയിലേക്ക് വന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ വേണു ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. വേണുവിനെ കണ്ടതിന് ശേഷം ആദർശും നയനയും കൂടെ പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. പുറത്തോട്ട് പോയിട്ട് നന്ദുവിനെ കണ്ടിട്ട് പറയുന്നുണ്ട് ഇയാളെ ഇങ്ങനെ നിർത്തിയാൽ പോരെ മോളെ, നല്ല ഇടിച്ച് ശരിയാക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് വേറെ കുറച്ച് കേസും കൂടെ തെളിയിക്കാനുണ്ട് ആദർശേട്ടാ, ഇത് മാത്രമല്ല പിന്നെ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തില്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് തെളിയിച്ചെടുക്കണമെന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട്. എനിക്ക് ആ കേസൊക്കെ ഒന്ന് തെളിയിക്കണം ആദർശേട്ടാ, അതിനകത്ത് ആരാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ഒന്ന് എനിക്കൊന്ന് അറിയണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്ദു ആണെങ്കിൽ ആ മാല എടുത്ത് നമ്മൾ നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പാലയും കൊണ്ട് നമ്മൾ നയനയും ആദർശവും ആണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്ത് നമ്മൾ അനാമികയാണെങ്കിൽ അവിടെ നിൽപ്പുണ്ട്, പിന്നെ അതേപോലെ നമ്മളെ ദേവയാനി ആണെങ്കിൽ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ നയനയാണെങ്കിൽ പറയും മരുമോളായ എനിക്ക് പോലും അമ്മ തരാതെ എടുത്ത് ഇവൾക്ക് കൊടുത്തതല്ലേ, ഈ മാല തന്നെ അല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മളെ ദേവയാനി ആണെങ്കിൽ ആ മാലയെ തിരിച്ച് മറിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നയന പറയുന്നുണ്ട് എന്നെയും എൻ്റെ ചേച്ചിയും എൻ്റെ വീട്ടുകാരെയൊക്കെ ഇവള് കള്ളരാക്കിയതല്ലേ, ഞങ്ങളാണ് ഈ മാല എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവള് തന്നെ ഈ മാല എടുത്ത് ഇവളെ അച്ഛനിക്ക് കടങ്ങൾ തീർക്കാൻ വേണ്ടി കൊടുത്തതാണെന്നൊക്കെ ഇങ്ങനെ നയന ദേവയാനി എടുത്ത് മറ്റുള്ളവരടുത്തും പറയുവാണേ. അങ്ങനെ നമ്മൾ അനാമിക പറയുന്നുണ്ട് ഇതൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ നയന പറയുന്നുണ്ട് അപ്പോൾ നിനക്കറിയാത്തത് കൊണ്ടാണല്ലോ ഇന്നിപ്പോൾ നിൻ്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ, തെറ്റ് ചെയ്യാത്തവരെയൊക്കെയാണ് അപ്പം പോലീസ് അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം നമ്മൾ നയന പറയുന്നുണ്ട് എല്ലാ തെളിവുകളും കൂടിയാണ് നിൻ്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് പറയും കേട്ടോ. എന്നിട്ട് നമ്മൾ ജാനകിയാണെങ്കിൽ പറയുമോ ഇനിയിപ്പോൾ അടുത്ത ഓരോ കാര്യങ്ങളും കൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല ഇളയമേന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ അനാമിക പറയുന്നുണ്ട് ആ നന്ദു ആണെങ്കിൽ അവളില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക. അവളാണെങ്കിൽ ഈ നെക്ലസ് മാറ്റിയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ എസ് ഐ ആയതിനു ശേഷം പിന്നെ ഈ നെക്ലസ്സൊക്കെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് ഓരോ കേസുകളൊക്കെ ആയിട്ട് വന്നിട്ട് എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ നമ്മൾ അനാമിക. പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് സ്വർണം എടുത്തുകൊണ്ട് പോയിട്ട് കടങ്ങൾ തീർക്കേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം നമ്മൾ ജാനകി പറയുന്നുണ്ട് ശരിയാണ്, അവൾ ഓരോന്ന് സൃഷ്ടിച്ചിട്ട് അവൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതായിരിക്കും, ഇപ്പോൾ എസ് ഐ ആയതല്ലേ, അപ്പോൾ എസ് ഐ ആയതിനു ശേഷം ഇപ്പോൾ ഓരോന്ന് അവൾ പറയുമ്പോഴത്തേക്ക് എല്ലാവരും അത് വിശ്വസിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ജാനകിയും പറയുക. ജാനകിയാണെങ്കിൽ നയനടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആ ടൈമിൽ നമ്മളെ ദേവയാനി ആണെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ജാനകിക്കാണെങ്കിൽ അനാമികയുടെ വീട്ടുകാരും ഒക്കെ കള്ളരാണെന്നൊക്കെ അറിഞ്ഞിട്ടും ജാനകിയാണെങ്കിൽ അവരെ വിട്ടുകൊടുക്കാതെയൊക്കെ നമ്മളെ ജാനകി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.